ഹലോ ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആരോൺ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. ഇത് പ്രധാനമായിട്ടും യൂസർ സ്പെയർ പാർട്സിൻ്റെ കടയാണ്. മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് പവർ സ്റ്റിയറിങ്സ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ആനപ്പുഴയിലാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെയുള്ള സാധനങ്ങളെ പറ്റിയിട്ട് വലിയ പിടുത്തില്ലാത്ത എന്നെ പോലെയുള്ള കുറച്ച് പേരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ചേട്ടാ, ഇതെന്താ സംഭവം? ഇത് ക്രെറ്റ 2022-23 മോഡലിൽ വന്ന ക്രെറ്റയിൽ വന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് അതിന്റെ യൂണിറ്റ് ആണ്. ഫുൾ ആയിട്ടുള്ള യൂണിറ്റ്. ഇതിന് ഫിറ്റിംഗ് ഒക്കെ എത്ര ടൈം വരും? 2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര നേരത്തെ ചെയ്യാൻ പറ്റും. വണ്ടി ഇവിടെ ഇട്ടിട്ട് അവർക്ക് പോയിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ഏത് വണ്ടിയുടെ ചേട്ടാ? ഇത് എക്കോസ്പോർട്ടിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഇത് വരുന്നത് ഫുൾ സെറ്റ് ആണുള്ളത്. ഇതിന്റെ മൊഡ്യൂൾ, ഇത് മോട്ടർ, അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് വരും. ഇതൊക്കെ എക്കോസ്പോർട്ടിനൊക്കെ പ്രത്യേകത വെച്ചാൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മാറ്റി തന്നെ മാറുകയുള്ളൂ. ഇത് ഹോണ്ട ജാസ് വണ്ടിയിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഹോണ്ടയിൽ വരുന്നതാണ്. എക്സ്പെൻസീവ് ആയിട്ടാണ്, കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ആ സാധനം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മളിത് സ്റ്റോക്ക് ഉണ്ട്, ഓൾറെഡി സ്റ്റോക്കുള്ളതാണ്. കേരളത്തിലെ എവിടെയും പിറ്റേ ദിവസം ഡെലിവറി കൊടുക്കും. ഇതെന്താ ചേട്ടാ സാധനം? ഇത് എക്കോസ്പോർട്ടിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഇത് ഇതാണ് ഇതിന്റെ മൊഡ്യൂള്, ഇത് മോട്ടർ, ഇത് കോളം. ഇത് ഒരുമിച്ചൊരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നല്ല വില കൂടിയ ഐറ്റമാണ്. അതല്ല, നമുക്ക് ഏറ്റവും എവിടെ കിട്ടാവുന്നതിനേക്കാളും നല്ല റേറ്റിന് ഈ സാധനം കൊടുക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് വിറ്റ് പോകുന്ന ഐറ്റമാണ് ഇപ്പൊ എക്കോസ്പോർട്ട്. ഇതും എക്കോസ്പോർട്ടിന് തന്നെയാണ്. അതെ, അതിനേക്കാൾ മോഡൽ കൂടിയ വണ്ടിക്ക് വരുന്നതാണ്. ഈ ടൈപ്പിലാണ് വരുന്നത്. അതിനേക്കാൾ മോഡൽ കൂടിയ വണ്ടിയിൽ 20 ഗുണങ്ങളുള്ള വണ്ടി 20-ലൊക്കെ ഈ ടൈപ്പ് പവർ സ്റ്റിയറിംഗ് വരുന്നത് കേട്ടാ. ഇതിലെന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇതെല്ലാം മാറ്റി ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം മൊഡ്യൂൾ സെപ്പറേറ്റ്, മോട്ടർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. ഇതിനൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരാള്, ദൂരെയുള്ള ഒരാള് വരാൻ പറ്റില്ല, അയക്കണം എന്ന് പറഞ്ഞാൽ അയക്കാൻ പറ്റും. കേരളത്തിൽ മുഴുവനും ഇന്ന് അയച്ചാൽ നാളെ കിട്ടും. കേരളം മുഴുവനും കേട്ടാ. കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയി. അതൊരു ഈ വെയിറ്റിനനുസരിച്ച് വരും. അത് ഏകദേശം 400 രൂപ 500 രൂപക്ക് താഴെ കൊറിയർ ചാർജ് വരുള്ളൂ കേട്ടാ. അത് ഇവിടെ പൈസ പേയ്മെന്റ് ചെയ്താൽ അന്ന് വൈകുന്നേരം 5 മണിക്ക് അയച്ചാൽ പിറ്റേ ദിവസം 11 മണി 12 മണിക്ക് കേരളത്തിൽ എല്ലായിടത്തും കിട്ടേണ്ടതാണ്. കൊറിയർ വഴി അയക്കുക. അതല്ല, കൊറിയറിൽ അയക്കും. സ്പീഡ് ആൻഡ് സേഫ്, ട്രാക്കോൺ, അങ്ങനെ എല്ലാത്തിലും അയക്കും. DTDC. ഇത് 2009 തുടങ്ങിയുള്ള ഹോണ്ട ഐവിടെക് വണ്ടികളിൽ വരുന്നതാണ്. ഈ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂളാണ് വരുന്നത്. ഇതിന് പുതിയതിന് ഏകദേശം ഒരു 33,000 രൂപയോളം ഏകദേശം വില വരും. നമുക്കൊരു മാന്യമായ റേറ്റിന് ആൾക്കാർക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇത് നമ്മളെടുത്ത് എപ്പോൾ ചോദിച്ചാലും സ്റ്റോക്ക് ഉണ്ടാവും. ഒരു 100 പീസിലധികം ഇപ്പോൾ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട് ഈ ഐറ്റം. 2010 ശേഷം തന്നെ വാഗണറിൽ വരുന്ന ECMകളാണ്. അതൊക്കെ നമ്മൾ വേണ്ട ഇഷ്ടംപോലെ ECM ആണ് നമ്മുടെ ഉള്ളത്. അതിനകത്തിങ്ങനെ പെട്ടി കണക്കിന് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഐറ്റംസ് ആണ്. എല്ലാത്തിലും വേറെ ഐറ്റംസ് ആയിട്ട് വരും. ഇതിനകത്ത് ഇപ്പം ഇത് K സീരീസ് വാഗണറിൽ വരുന്നത് 2010 ശേഷം വരുന്ന വാഗണറിൽ വരുന്ന ECMകളാണ് ഇതൊക്കെ. അതിൻ്റെ നമ്പറുകൾ 6, 6B അങ്ങനെ വരും. ഓരോന്നിനനുസരിച്ച് ഗ്യാസ്, പെട്രോള്, CNG, അതിന് അങ്ങനെ വ്യത്യാസത്തിനനുസരിച്ച് വേറെ ECMകളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഐറ്റം അതാണ്. മാരുതി വണ്ടികളിലെ ഒട്ടുമിക്ക ECMകൾ നമ്മളിലുണ്ടാവും. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആൾട്ടോ K സീരീസിൽ വന്ന ECMകളാണിത്. ഇത് സെന്നസ്റ്റിലോ, ഇത് ആൾട്ടോ കേട്ടൺ, ഇതൊക്കെ കേട്ടൺ, GG അങ്ങനെ ECMകളാണ് ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഇത്ര ബൾക്കായിട്ട് കൊണ്ടുവരും. ഒരുവിധ ECM മാരുതി വണ്ടികളിലെ ECMകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ റീസണബിൾ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് സാധനം ഇവിടെ നിന്ന് മേടിച്ചാലും അതിന് ഫിറ്റിംഗ് ഗ്യാരണ്ടി 100% കൊടുക്കും. 100% ഫിറ്റിംഗ് ഗ്യാരണ്ടി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കേടായ വരെ ഞാനത് മാറ്റി കൊടുക്കാറുണ്ട്. ഇപ്പം പുതിയത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ വരെ അതിന് ഗ്യാരണ്ടി ഇല്ല. അതായത് പുതിയതിനൊക്കെ ഇപ്പോൾ 12 രൂപ റേഞ്ച് വിലയിൽ എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. വണ്ടി നിർത്തുന്നതിനനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കും. ഇത് കണ്ട, ഇത് ആൾട്ടോ വാഗണർ സെന്നിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂളുകളാണ്, സ്റ്റിയറിംഗ് മൊഡ്യൂൾ. അതായത് G4 എന്ന് വെച്ചാൽ G4 വേഴ്സയിൽ വരുന്നത്, G4 വാഗണറിൽ വരുന്നത് E2, സെന്നിൽ വരുന്നത് A1, ആൾട്ടോയിൽ വരുന്നത്. ഇതാണ് 1 മാസം ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ G4കൾക്കും ആൾട്ടോ വാഗണർ സെന്നി ആ വണ്ടിയിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂളുകൾക്ക് 1 മാസം ഗ്യാരണ്ടി. ഈ ഐറ്റം, അതായത് സ്വിഫ്റ്റ് 2016 ശേഷം സ്വിഫ്റ്റ് വെലീനോ, എസ്ക്രോസ്, അതിനകത്തൊക്കെ വരുന്ന സ്റ്റിയറിങ്ങുകളാണിത്. ഇത് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റിപ്പയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏട്ടാ. 24-25 വരെ ലാസ്റ്റ് വരെ ഇതിനേക്കാൾ മോഡൽ വേറെ ടൈപ്പ് ഇറക്കിയിട്ടില്ല. ഈ മോഡലിനാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത് ഏട്ടാ. ഇതിൻ്റെ സ്റ്റിക്കി സ്റ്റിയറിങ്ങുകൾ നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റിക്കി സ്റ്റിയറിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മളൊരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ പുതിയതിന് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 35,000-40,000 രൂപ വില വരും.
അതെല്ലാവർക്കും ഏത് വണ്ടിയായാലും 16-ന് ശേഷമുള്ള വണ്ടികളൊക്കെ കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് 35,000 കൊണ്ട് റെഡിയാക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ തുച്ഛമായ പൈസയ്ക്ക് ഗ്യാരൻറ്റിയോടുകൂടി റെഡിയാക്കി കൊടുക്കും. ഇത് i20 വരുന്നതാണ്. i20 ഓൾഡ് മോഡൽ i20 വരുന്ന പവർ സ്റ്റിയറിംഗ് ആണ് ഇത്. അതിൻ്റെ സെറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഓൾഡ് മോഡൽ, അതായത് ആൾട്ടോ സാധാരണ ഓർഡിനറി വണ്ടിയിൽ നമ്മൾ പവർ സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സ്റ്റിയറിംഗ് ആണിത്. പവർ സ്റ്റിയറിംഗ് ആണിത്. കാരണം പവർ സ്റ്റിയറിംഗ് വെച്ചാൽ ഇങ്ങനെ തിരിയണതാണ്. ഓക്കെ, ഇങ്ങനെ തിരിയണം മീൻസ് ടൈറ്റില്ലാതെ തിരിയണം. ഓക്കെ, ഇത് ഇങ്ങനെ കൈ കൊണ്ട് വരെ തിരിക്കാൻ പറ്റും. ഇവിടെ തിരിക്കുമ്പോൾ നോക്കിയാൽ ഈ റാഡ് ഉപയോഗിക്കാതെ തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കൈ കൊണ്ട് തിരിക്കുമ്പോൾ തന്നെ തിരിയണ ടൈപ്പ് പവർ സ്റ്റിയറിംഗിലാണ് ഇവിടെ കയറ്റുന്നത്. ഇങ്ങനെയുള്ള പവർ സ്റ്റിയറിംഗിൽ കയറ്റിയാൽ മാത്രമേ വണ്ടിക്ക് റിട്ടേൺ വരുള്ളൂ. തിരിച്ചിട്ട് കൈ വിടുമ്പോൾ തിരിച്ചു വരുള്ളൂ. അല്ലാത്തത് കയറ്റി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഇത് ഒറിജിനൽ ജപ്പാൻ NSKയുടെ പവർ സ്റ്റിയറിംഗ് ആണ് കയറ്റുന്നത്. സെന്നിൽ കയറ്റുന്ന പവർ സ്റ്റിയറിംഗ് ആണിത്. കണ്ട ഇതൊക്കെ തിരിയണത് നോക്കിയേ, ഇങ്ങനെ തിരിയും. ഇത് ജനറേഷൻ 2 ടൈപ്പ് 2ൻ്റെ പവർ സ്റ്റിയറിംഗ് മാത്രമേ നമ്മൾ കയറ്റാറുള്ളൂ. ഇതേ ഈ മോഡൽ ഇങ്ങനെ ടെലസ്കോപ്പിക് ടൈപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. ആ ടൈപ്പ് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ഈ സെന്നിൻ്റെ ഒക്കെ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 50 പീസെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും. ആൾട്ടോ ഒക്കെ ആണെങ്കിൽ 100 പീസിലധികം ഉണ്ടാവും. സെന്ന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. ആൾട്ടോ വേഗണതൊക്കെ ഇഷ്ടംമാതിരി കിട്ടണതാണ്. എല്ലാം ഇങ്ങനെ തിരിയും. ഫ്രീ ആയിട്ട് തിരിയണ സ്റ്റിയറിംഗ് മാത്രമേ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. അല്ലാത്തത് സ്ക്രാപ്പിൽ പൊട്ടിച്ചളയും. ഇത് ഫുള്ള് വേഗണറിൻ്റെ സ്റ്റിയറിംഗ്. ഒരു 60 പീസെങ്കിലും കാണും ഇത് ഇവിടെ. സിയാസ് ഹോണ്ട ഓൾഡ് മോഡൽ, ഗ്രാൻഡ് ഐട്ടൺ, പിന്നെ ആൾട്ടോ കേട്ടൺ പുതിയത്, K സീരീസ് വാഗണർ, വെർണ, പോളോ, ടാറ്റ പഞ്ചിൻ്റെ ഉണ്ട് അവിടെ, ന്യൂ മോഡൽ എർട്ടിക, അങ്ങനെയുള്ള വണ്ടികളിലാണ് കിടക്കണ. ഒരുവിധം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗുകളെല്ലതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള പവർ സ്റ്റിയറിംഗുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ ഈക്കോര് വരെ പവർ സ്റ്റിയറിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമ്പനി ഇതേവരെ ഇറക്കിയിട്ടില്ല. അതിനകത്ത് പവർ സ്റ്റിയറിംഗ് പുതിയ 2025 വണ്ടിക്ക് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ്. ഇവിടെ ഇരിക്കുന്ന പവർ സ്റ്റിയറിംഗ് ഇപ്പോൾ ബീറ്റ് ഡീസലിൽ ഇരിക്കുന്നുണ്ട്. i10ൻ്റെ ചെറിയ മോട്ടോർ ടൈപ്പ് ഇരിപ്പുണ്ട്. അതേപോലെ ഇയോണിൻ്റെ ഇരിക്കുന്നുണ്ട്. നിസാൻ സണ്ണിയുടെ പവർ സ്റ്റിയറിംഗ് ഇരിക്കുന്നുണ്ട്. ഗ്രാൻഡ് ഐട്ടൺ അങ്ങനെ എല്ലാ വണ്ടികളുടെ പവർ സ്റ്റിയറിംഗുകളാണ് ഈ ഭാഗത്തിരിക്കുന്നത് കേട്ടോ. അത് ടോർക്ക് സെൻസറാണ്. സ്വിഫ്റ്റിൻ്റെ ഓൾഡ് മോഡലിൽ വരുന്ന ടോർക്ക് സെൻസറുകളാണ്. അത് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഈ സംഭവം. അതേപോലെ ഈ സ്റ്റിയറിംഗ് അത് സ്പെഷ്യൽ സ്റ്റിയറിംഗ് ആണ്. അത് ദുബായിൽ നിന്ന് വരുന്നതാണ്. ദുബായ്, അതായത് ജപ്പാനിൽ നിന്ന് ദുബായ് വന്നിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മേടിക്കുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. ഇത് ഒറിജിനൽ ജപ്പാൻ സ്റ്റിയറിംഗ് ആയിരിക്കുന്നത്. ഓൾഡാണ്, യൂസ്ഡാണ്, എന്നാലും നല്ല പെർഫോമൻസുള്ള സ്റ്റിയറിംഗ് ആണത്. അതിൻ്റെ തന്നെ നമ്മളെ ഡൽഹിയിൽ നിന്നുള്ള സ്റ്റിയറിംഗ് ഉണ്ട്. ഇത് ഈ ബ്ലാക്ക് വരുന്നത് ഇത് സാധാരണ നമ്മുടെ ഡൽഹിയിലൊക്കെ ഉപയോഗിച്ച വണ്ടികളില്ല ആണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും അഴിച്ചതായിരിക്കില്ല. അഴിച്ചത് ഇവിടെ മേടിക്കില്ല. നെറ്റ് ഇത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും അഴിക്കാത്ത സ്റ്റിയറിങ്ങുകളായിരിക്കും. അഴിച്ചിട്ടുണ്ടാവില്ല. വെട്ടി അഴിച്ച പാടുകളെ ക്ലിപ്പ് ഒറിജിനൽ ജെന്യൂൻ ആയിരിക്കും. അത് ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ സ്റ്റിയറിംഗ് ബോക്സുകളിലും ക്ലിപ്പ് ജെന്യൂൻ ക്ലിപ്പുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. റിപ്പയർ ചെയ്ത സ്റ്റിയറിംഗ് ബോക്സുകൾ കൊടുക്കാറില്ല സാധാരണ. ഇതെല്ലാം ജെന്യൂൻ ക്ലിപ്പുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. 800 കയറ്റുന്ന പവർ സ്റ്റിയറിംഗ് ആണ് ഇത്. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാരുതി 800 പവർ സ്റ്റിയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടൈപ്പിൽ. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ തന്നെ കാരണം എൻക്വയറി കൂടുതലായതുകൊണ്ടാണ്. അതായത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടികൾക്കൊക്കെ ഒരു 50-60 വണ്ടികൾക്കെങ്കിലും ഇത് ഈ അടുത്ത് കയറ്റിയിട്ടുണ്ടാവും. ഏത് 800 വന്നാലും നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പവർ സ്റ്റിയറിംഗ് ആക്കി കൊടുക്കാൻ പറ്റും. അതിങ്ങനെ ക്ലിയർ ആക്കി വെച്ചതുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻക്വയറി കൂടുതലായതുകൊണ്ട് നമ്മൾ വളരെയധികം വിറ്റ് പോണ റേറ്റാണ് ഇപ്പോൾ ഇത് അവർക്ക് തന്നെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുക. ആ രീതിയിലാക്കി കൊടുക്കും നമ്മൾ. അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഫിറ്റാക്കാവുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇത് ആർക്ക് ഫിറ്റ് ചെയ്യാം. ഒരു മെക്കാനിക് തന്നെ വേണമെന്നില്ല ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതിന് വേറെ യൂണിറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ യൂണിറ്റ് കൂടി വെക്കുമ്പോഴാണ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അകത്ത് കണ്ട പോലെ തന്നെ പവർ സ്റ്റിയറിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ടിയാഗോ, അങ്ങനെ ഗ്രാൻഡ് ഐട്ടൺ, പഞ്ച്, ഹോണ്ട, ഇഗ്നിസ്, എക്സ്പ്രസോ, ഗ്രാൻഡ് ഐട്ടൺ, അതേപോലെ ഇത് ഓൾഡ് മോഡൽ ഹോണ്ട D1, K സീരീസ് വാഗണറിൻ്റെ D1 എന്ന് പറഞ്ഞ മോഡുകൾ വരുന്നത്. ഈ ഐറ്റം ഹോണ്ടയിൽ വരുന്നതാണ്. ഹോണ്ട ഐവിടെക്കിലും അങ്ങനെ പവർ സ്റ്റിയറിംഗ് ആണ് വേണ്ട. ഇതിൻ്റെ മോഡുകളാണ് നേരത്തെ കാണിച്ചത്. ഫസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 33,000 രൂപ വരും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണിത്. ഇത് വേണ്ട മോട്ടർ ടോർക്ക് സെൻസർ ഇതുമ്പോൾ വരും. മോഡ്യൂൾ സെപ്പറേറ്റ് വരും. I20 കിടക്കണത്. ഇത് ഏകദേശം സ്വിഫ്റ്റിൻ്റെ പോലെ തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മോഡ്യൂളിലൊക്കെ. ഇത് ഫിറ്റാക്കിയാലും ഒന്ന് കോടിയുണ്ടൊക്കെ വരും. ഇത് സാൻഡ്രോൻ്റെ പവർ സ്റ്റിയറിംഗ് ആണ്. സാൻഡ്രോൻ്റെ തന്നെ ഹൈഡ്രോളിക്കാണ്. ഇത് ഈ സ്റ്റിയറിംഗ് ബോക്സ് സ്വിഫ്റ്റിൻ്റെ പോലത്തെ ആണെങ്കിലും മാരുതി SX4 വന്ന പവർ സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഇട്ടത്. ഇഗ്നിസ്, എക്സ്പ്രസോ, K സീരീസ് വാഗണർ, അതിനകത്ത് പറഞ്ഞ ടൈപ്പ് കോളങ്ങളാണിത്. ഈ കോളങ്ങളൊക്കെയാണ് നമ്മൾ വേറെ വണ്ടികളിൽ ആൾട്ടർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. കണ്ട ഇതൊക്കെ നല്ല ഫ്രഷ് കോളങ്ങളാണ്. മോട്ടറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഐറ്റമാണ്. എയർ ബാഗ് പൊട്ടിക്കണേ ഇടിച്ചിട്ട് ഏട്ടാ. അങ്ങനെയുള്ള കോളങ്ങൾ നമ്മൾ അവൈലബിൾ ആണ്.
ഇതാണ് ഇതേപോലെ സ്വിഫ്റ്റിൻ്റെ കോളമാണിത്. സ്വിഫ്റ്റിൻ്റെ കോളങ്ങൾ അങ്ങനെ വാഗണർ, സ്വിഫ്റ്റ്, സെലേറിയോ അതിൻ്റെ കോളങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ സ്വിഫ്റ്റിൻ്റെ കോളങ്ങളാണ്. പുതിയ മോഡൽ വണ്ടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നത്, അതിൻ്റെ കോളങ്ങളാണ് കിടക്കണം മുഴുവനും. ആ റിപ്പയറിന് വേണ്ടിയിട്ട് പാർട്സ് എടുക്കാൻ ഉപയോഗിക്കും. ഇങ്ങനെയും ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ മൊഡ്യൂളുകൾ അയക്കുമ്പോൾ ഇപ്പോൾ ആൾട്ടോ ആയാലും വാഗണർ ആയാലും സെൻ ആയാലും കെ സീരീസ് ആയാലും ഏത് വണ്ടി ആയാലും മൊഡ്യൂളുകൾ അയക്കുമ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എല്ലാവർക്കും മൊഡ്യൂൾ അയച്ചു കൊടുക്കുന്നത്. അതായത് അതിന് ചെക്ക് ചെയ്യാനുള്ള യൂണിറ്റാണിത്. അത് നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിരുന്ന ആ യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഇതാണ് സ്റ്റിയറിംഗ് കോളം, ഇത് മോട്ടർ, ഇത് മൊഡ്യൂൾ. ടോർക്കിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തതിന് ശേഷം ഈ കണക്ഷൻ ഇവിടെ കൊടുക്കും. അതിന് ആക്കുമ്പോൾ ക്ലച്ച് പിടിക്കും. കണ്ട, ക്ലച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ ആ സൈഡിലേക്ക് തിരിയും, ഇപ്പുറത്തേക്ക് തിരിക്കുക, ഇപ്പുറത്തേക്ക് തിരിയും. കണ്ട, അപ്പോൾ ഇങ്ങനെ തിരിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എല്ലാവർക്കും മൊഡ്യൂൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ 100% വർക്കിംഗ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് കൊറിയർ ചെയ്യുമ്പോൾ കോളങ്ങളായാലും മോട്ടറായാലും മൊഡ്യൂളായാലും എന്തായാലും ഇവിടെ നിന്ന് അയക്കണത്. അല്ലാതെ വെറുതെ എടുത്തൊരു മൊഡ്യൂൾ അയക്കുകയല്ല ചെയ്യണത്. ചെക്ക് ചെയ്ത് ക്ലിയർ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ മൊഡ്യൂളുകൾ അയക്കാറുള്ളൂ. അല്ലാതെ വെറുതെ എടുത്ത ആൾക്കാരെ ചിറ്റിക്കാറില്ല. നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഏത് പാർട്സ് ആണെങ്കിലും അയക്കാറുള്ളൂ. ഈ മോഡൽ സ്റ്റിയറിങ് നമുക്ക് വെളിയിൽ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ. അതായത് വേറെ സെപ്പറേറ്റ് കണ്ട ഈ ലൈനൊക്കെ സെപ്പറേറ്റ് കൊടുത്തേക്കണം. ബാറ്ററി, മൊഡ്യൂൾ, മോട്ടർ, ടോർക്ക് സെൻസർ ഇത് തന്നെ ഉപയോഗിക്കണത്. ഇത് ഞാൻ തിരിക്കുമ്പോൾ മോട്ടർ തിരിയും. കണ്ട, തിരിക്കാതെ തിരിയരുത്. ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും. തിരിക്കാത്ത സമയത്ത് തിരിയരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രവർത്തനം. ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കോളങ്ങൾ നമ്മൾ അയക്കാറുള്ളൂ. ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതും ചെക്ക് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അയക്കാറുള്ളൂ. അത് ടോർക്ക് സെൻസർ കൊടുക്കുമ്പോഴായാലും മോട്ടർ കൊടുക്കുമ്പോഴായാലും മൊഡ്യൂൾ കൊടുക്കുമ്പോഴായാലും നമ്മളിങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാവർക്കും അയക്കാറുള്ളത്. ഈ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ടൊയോട്ട ആൾട്ടിസിൻ്റെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണിത്. കോളം നമ്മുടെ കയ്യിലുണ്ട് ആൾട്ടിസിൻ്റെ. അതുകൂടാതെ ഇതാണ് അതിൻ്റെ മൊഡ്യൂൾ. ഇതൊക്കെ സ്റ്റാർട്ടിങ് കിറ്റുകളാണ്. ആൾട്ടൊക്കെ ആയിട്ടുണ്ടേക്കാം, മീറ്ററും എല്ലാം ഉൾപ്പെടെ. ഈ ഒരു ഐറ്റം ഇത് ഐ10 ഓൾഡ് മോഡലിൽ വരുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂളാണ്. ഓൾഡ് മോഡലിൽ വരുന്നത് അത് ഈ ടൈപ്പും വരും, ഈ ടൈപ്പും വരും. ഈ ടൈപ്പ് ഡിമാൻഡ് ഐറ്റമാണ്, പൈസ കൂടുതലാണ്. 13,000 രൂപ വരും ഈ ടൈപ്പ് വരുന്നതിന്, ചെറിയ ടൈപ്പ് വരുന്നതിന്. ഇതിന് പൈസ കുറവുള്ള ഐറ്റമുള്ളത്. നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഈ വലിയതിലേക്ക് ഇട്ടിട്ട് ചെറിയതിൻ്റെ സോഫ്റ്റ്വെയർ ഈ വലിയ മൊഡ്യൂൾ കുറച്ച് ചീപ്പായിട്ട് കിട്ടാൻ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇട്ടിട്ട് ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് 13,000 രൂപയുടെ സാധനം ഇത് നമുക്കൊരു 2,800 കൊടുക്കാനായിട്ട് പറ്റും. ഇത് കൂടുതലായിട്ട് വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ്. അതായത് അത് 13,000 കൊടുത്ത് പുതിയത് മേടിക്കുന്നതിനും ഭേദം 3,000 രൂപയ്ക്കും ഒക്കെ ഇത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ വലിയ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കണത് കേട്ടാ. മൊഡ്യൂളുകളൊക്കെ നമ്മളിത് എങ്ങനെ പോയാലും ഒരു 200 പീസൊക്കെ സ്റ്റോക്ക് സ്വിഫ്റ്റിൻ്റെയൊക്കെ ഉണ്ടാവും. ഇത് ഐ10ൻ്റെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ്. ഐ10 ECMകളാണ് ഇതൊക്കെ. കണ്ട, ഇതൊക്കെ ഒരു സമയത്തൊക്കെ ഇതൊക്കെ 15,000 രൂപയ്ക്ക് വിറ്റ സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 6,000 രൂപയ്ക്ക് കോഡ് ചെയ്ത് കൊടുക്കും. 6,000 രൂപയ്ക്ക് നിങ്ങളുടെ പഴയ ECM കൊണ്ടുവന്നാൽ അതിൻ്റെ ഫയൽ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ച വണ്ടി സ്റ്റാർട്ടാണ്, അങ്ങനെ ആക്കി തരും ഗ്യാരൻറ്റിയോടുകൂടി. ഫിറ്റിംഗ് ഗ്യാരൻറ്റി അതിന് 100% തരും. അല്ല, അത് കോഡ് ചെയ്തിട്ട് തരും നിങ്ങൾക്ക്. 6,000 രൂപയ്ക്ക് കോഡ് ചെയ്തിട്ട് തരണ്ട ഇങ്ങനെയുള്ള ECMകൾ. ഇത് ഫുൾ ECMകളാണ്. ഐ10ൽ വേണ്ട ECMകളാണിത്. വേണ്ടേക്കാം ഓൾഡ് വണ്ടികളുടെ ECMകളാണ് ഇതൊക്കെ. സ്പാർക്ക് ഷവർലെ സ്പാർക്കിൻ്റെ ECMകളാണ് ഇതൊക്കെ. ഇതൊക്കെ സെൻ വണ്ടികളുടെ മാരുതി സെന്നിൻ്റെ ECMകൾ, FBFL എന്നൊക്കെ പറഞ്ഞ് വരും പാർട്ട്നറുകൾ. നമ്മുടെ ഓൾഡ് മോഡൽ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് കണ്ടില്ല, അതിൻ്റെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ്. ഇത് വണ്ടിയുടെ അകത്താണ് വരുന്നത് ഈ മോഡലിൽ. ND, N2, NE എന്നൊക്കെ പറഞ്ഞ് വരും നമ്പർ, വേറെ പാർട്ട് നമ്പറുകൾ. ഇതൊക്കെ ECMകൾ തന്നെ. മാരുതി 800 ECMകളാണ്. കോഡിങ്ങുള്ള ടൈപ്പ് ECMകൾ, ഈ ടൈപ്പ് ECMകൾ. 2,000 രൂപ റേഞ്ചിലൊക്കെ ECMകളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓൾഡ് വാഗണറിൻ്റെയൊക്കെ പഴക്കം കൂടുന്ന വണ്ടിയുടെ ECMന് വില കൂടും. ഇതൊക്കെ 2,000 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. വാഗണറിൻ്റെ ECMകൾ, ആൾട്ടോൻ്റെ ECMകളാണ് ഇതൊക്കെ. അതും 2,000 രൂപ റേഞ്ചിലൊക്കെ ആൾട്ടോ ECMകൾ 2,000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും പവർ സ്റ്റിയറിംഗ് കയറ്റാം. ഒരു ആൾട്ടോൻ്റെ ഓണർക്കായാലും ആൾട്ടോ ഉള്ളവർക്കായാലും 800 ഉള്ളവർക്കായാലും സെന്നുള്ളവർക്കായാലും വാഗണറുള്ളവർക്കായാലും ഈ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് പവർ സ്റ്റിയറിംഗ് എല്ലാവർക്കും ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. അതിനുള്ള ECMൽ നിന്ന് തന്നെ പൾസർ ഉണ്ടാക്കുന്ന യൂണിറ്റാണിത്. ആ പൾസ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇതിനകത്ത് വയർ ചെയ്ത് വെച്ചേക്കാണ്. ആകെ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് ഇതിൽ എർത്ത് വയർ കൊടുക്കണം. ഇതൊരു ബാറ്ററിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കറണ്ട് വരും, അത് കൊടുക്കണം. ഇതൊരു ഇഗ്നിഷൻ ചാവി വേണം.
കണക്ഷൻ കൊടുക്കണം. ചാവി ഓണായാലും പവർ സ്റ്റിയറിംഗ് വർക്കാവും. ഈ കണക്ഷൻ തന്നെ വേറെ സ്റ്റാർട്ടിങ് കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകുമ്പോൾ മാത്രമേ വർക്കാവുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കണതാണ്, വേറെ പുറത്ത് മേടിക്കാൻ വേറെ ആൾക്കാർ ഉണ്ടാക്കണുണ്ടാവുമായിരിക്കും. ഈ ബീറ്റ്സിന് എഴുതിയത് നമ്മുടെ തന്നെയാണ്. ഇത് പൾസ് മാത്രമായിട്ട് കൊടുക്കും, ആൾക്കാർ കൊടുക്കാറുണ്ട്. ഇങ്ങനെ വയറിങ് ചെയ്ത് കൊടുക്കും, പൾസ് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് വെക്കണോണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ മൊഡ്യൂളുകൾക്ക് ലൈഫ് കൂടും. മൊഡ്യൂള് സാധാരണ ഇഗ്നിഷൻ കോയിലിന് നൈറ്റ് ചെയ്യുന്നിടത്ത് ആൾക്കാർ കണക്ഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ മൊഡ്യൂൾ വേഗത്തിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെന്ന് കഴിയുമ്പോൾ എന്തായാലും ഇതിനകത്ത് കറക്റ്റ് വോൾട്ടേ വരുള്ളൂ, എപ്പോഴും എഫിഷ്യൻസി കിട്ടും. അതായത് പവർ സ്റ്റിയറിംഗ് എപ്പോഴും കറക്റ്റ് പൾസ് കിട്ടുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റാണ് ഇത്. ഇത് നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒരാളെ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ആൾട്ടോ വേഗണറിൽ വരുന്ന ഡെൻസോൻ്റെ ആൾട്ടർനേറ്ററുകൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ്. അതിങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിരിക്കും ഇതിനായിട്ട്. പിന്നെ കെ സീരീസ്, ഇതൊക്കെ കെ സീരീസിൽ വരുന്നത്. കെ സീരീസ് വേഗണർ ആൾട്ടോയിലൊക്കെ വരുന്ന ടൈപ്പ് 4 പിന്നെ 4 ബാക്കിൽ 4 വയറ് വരും, അതിൻ്റെ പോലത്തെ ആൾട്ടർനേറ്ററാണത്. ഈ സ്വിഫ്റ്റ് ഓൾഡ് മോഡൽ പെട്രോളിൽ പിന്നെ റിറ്റ്സ് അതിനകത്തൊക്കെ വരുന്ന ആൾട്ടർനേറ്റർ അത്. ഇത് ടി വി എസിലാണ് വരുന്നത്, 3 പിന്നെ ഉണ്ടാവില്ല. പുതിയ വണ്ടികളിലെ ആൾട്ടർനേറ്ററുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ, ഡീസലായാലും പെട്രോളായാലും. അതുപോലെ മീറ്ററുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാ മീറ്ററുകളും കിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം ഇതാണ്ട. അങ്ങനെ എല്ലാത്തിൻ്റെ മീറ്ററുകളും കാണണം ഇവിടെ. ആൾട്ടോ കേട്ടൺ, അങ്ങനെ ആൾട്ടോ കേട്ടൻ്റെ മീറ്ററുകൾ അതേപോലത്തെ ആൾട്ടോ കേട്ടൺ മീറ്ററാണിത്. ഈ മീറ്ററുകളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. സ്വിഫ്റ്റ് റിറ്റ്സിന് വരുന്നതാണിത്, റിറ്റ്സിന് വരുന്ന മീറ്ററാണിത്. അതുപോലെ വാഗണറിൻ്റെ മീറ്റർ, ആൾട്ടോൻ്റെ മീറ്ററുകൾ, അങ്ങനെ മീറ്ററുകൾ ഉണ്ടാവും നമ്മുടെ അടുത്ത്. അത്യാവശ്യം മീറ്ററുകളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇത് ഇന്നോവയുടെ സ്റ്റാർട്ടറാണ്. ഇത് വെയിറ്റിൻ്റെ ഭയങ്കര കൂടുതലാണ്. ഇന്നോവയുടെ സ്റ്റാർട്ടർ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർട്ടറുകളാണ്. അതേപോലെ തന്നെ ഇന്നോവയുടെ ആൾട്ടർനേറ്റർ നമ്മുടെ കയ്യിലുണ്ട്, നല്ല ആൾട്ടർനേറ്ററുകളാണ്. ഇത് സ്വിഫ്റ്റ് ഓൾഡ് മോഡലിൻ്റെ വാൽ കവറാണ് വിത്ത് ക്യാം. ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. വാൽ കവർ വിത്ത് ക്യാമോട് കൂടിയ ഇതാണ്. വാൽ കവർ പൊട്ടി വരാറുണ്ട് ആൾക്കാർ. ഇത് കെ സീരീസ് വാഗണർ ആൾട്ടോ കെ സീരീസ് വണ്ടികളുടെ ത്രോട്ടിൽ ബോഡികളൊക്കെ അവൈലബിൾ ആണ്. കെ സീരീസ് വാഗണർ ആൾട്ടോൻ്റെ ഒക്കെ ത്രോട്ടിൽ ബോഡികൾ ഈ ടൈപ്പ് ഉണ്ട്. അതേകൂടാതെ തന്നെ ഈ ടൈപ്പ് വരും, ഇലക്ട്രോണിക് ടൈപ്പ് ത്രോട്ടിൽ ബോഡിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് മാരുതി വണ്ടികളുടെയാണ്. ഈ ടൈപ്പ് ത്രോട്ടിൽ ബോഡികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ക്ലാമ്പ് എന്ന് വെച്ചാൽ ഓൾഡ് മോഡൽ ആൾട്ടോ വാഗണറിൻ്റെ കംപ്രസർ ഏത് വണ്ടി 2024 വരെയുള്ള വണ്ടികളിൽ ഈ ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ആ ഓൾഡ് മോഡൽ കംപ്രസർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എ സിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാമ്പാണിത്. അതായത് എഞ്ചിനിൽ നിന്ന് കംപ്രസർ അഴിച്ചതിന് ശേഷം ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുമ്മൽ നമ്മുടെ കംപ്രസർ ഫിറ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും, ഒരു അലൈൻമെൻറ്റിൽ വ്യത്യാസം വരാതെ ചെയ്യാൻ പറ്റും. അതിനുള്ള ക്ലാമ്പാണിത്. ഇത് ചാവിയിൽ വരുന്ന ഇമ്മൊബിലൈസർ എന്ന് പറയും, കോയിലാൻഡി എന്നൊക്കെ പറയാൻ സംഭവമാണിത്. മാരുതി വണ്ടികളുടെയാണ് ഇത്. നമ്മുടെ ഇത് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത് മാരുതി വണ്ടികൾ, പെട്രോൾ വണ്ടികളിലെ ഒരു ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഡീസലിൻ്റെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൂടി പെട്രോൾ വണ്ടികളുടെ ഇനിയും ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഐറ്റം. ഈ ഐറ്റം തന്നെ. ഇത് ഇന്നോവ ഓൾഡ് മോഡലിൻ്റെ കോയിൽ ആൻഡ് ഇമ്മൊബിലൈസർ, ആൾട്ടോ കേട്ടൺ അങ്ങനെയുള്ള കെ സീരീസ് വണ്ടികളിൽ വരുന്ന ഇമോകളാണ് ഇത് മുഴുവനും. അതെല്ലാ ടൈപ്പിലുള്ള അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാവി സെറ്റ് വേണമെങ്കിലും ഇതേപോലെ ചാവി സെറ്റുകളല്ല, ഒറിജിനൽ ഉള്ള ചാവി സെറ്റുകൾ നമുക്ക് തരാൻ പറ്റും. ഇതിൽ ഇങ്ങനെ വരുന്നതാണ് ഇമ്മൊബിലൈസർ കേട്ടോ, ചാവിയുടെ അവിടെ വരുന്നതാണ് ഈ ഐറ്റം. ഇത് പെട്രോൾ വണ്ടികൾക്ക് എല്ലാത്തിനും ഏകദേശം കെ സീരീസുകൾക്കൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഈ ചാവി സെറ്റ് ആൾട്ടോ വാഗണർ, സ്വിഫ്റ്റ്, കേട്ടൺ, കെ സീരീസ് വണ്ടികൾക്കൊക്കെ ചിപ്പുള്ള ടൈപ്പ് കീ സെറ്റുകളാണ്. ഇതൊക്കെ സ്വിച്ചുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് എക്കോ സ്പോട്ട്, അതേപോലെ തന്നെ ഈ ഐറ്റം ഇത് i20യുടെ എ സി കൺട്രോളിൻ്റെ പാനലാണ്. i10ൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഇത് i20യുടെ 800 ഈ സ്റ്റീറിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കും. ആൾട്ടോയിലൊക്കെ വരുമ്പോൾ അവർക്ക് വേറെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൾഡ് മോഡലാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ് ഈ മോഡൽ സ്റ്റീറിങ്ങുകൾ. ഇത് പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ ബ്രേക്ക് ലൈറ്റാണ്. ഇതിന് പുതിയതിന് 5500 രൂപ കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാവും. ഇത് നമ്മളെടുത്ത് അതിൻ്റെ കോപ്പിയാണുള്ളത്. ഈ കോപ്പിക്ക് 2300 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കാണുമ്പോഴും എല്ലാം ഫിറ്റിങ്സൊക്കെ പക്കയായിരിക്കും, പക്ഷേ കോപ്പിയാണ്. ഇവിടെ ഇരിക്കുന്ന ലൈറ്റുകൾ മുഴുവനും കോപ്പിയാണ് എല്ലാത്തിൻ്റെയും. വിലയിലും അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഒരുവിധം മാരുതി വണ്ടികളുടെ ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഐറ്റം ഇതിന് മുമ്പ് ഞാനത് വിറ്റേക്കണ 250 രൂപയ്ക്കായിരുന്നു ഈ ഐറ്റം. ഇപ്പോൾ ഇതിൻ്റെ വില 300 രൂപയാണ്. അത് ഹോണുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി നല്ലതായതുകൊണ്ടാണ് ഈ 2 ഹോണിന് 300 രൂപ എന്നതിലേക്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കൊറിയർ ചെയ്ത് തരാം. ആദ്യം ഇത് വിറ്റിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഇത് ഫ്രെയിംലെസ് ആയിട്ട് വരുന്ന വൈപ്പർ ബ്ലേഡ് 130 രൂപയ്ക്ക് ഒരെണ്ണം.
അതേപോലെ സ്വിഫ്റ്റ്, ഇഗ്നിസ് ആ വണ്ടികൾക്കൊക്കെ അതായത് മിററിൻ്റെ കവറിന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ. അത് കവർ മാത്രം മാറ്റുക, അതായത് തുച്ഛമായ പൈസയ്ക്ക് ഒരു മിറർ മേടിക്കണമെങ്കിൽ ആൾക്കാർക്ക് 7,000, 8,000 അല്ലെങ്കിൽ 4,500, 6,000 കൊടുക്കുന്നിടത്ത് ഈ കവർ മാത്രം 300-400 രൂപയ്ക്ക് ഈ കവർ മാത്രം കിട്ടും. അതൊക്കെ മാരുതി വണ്ടികളുടെ കവറുകൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റും കിട്ടും. ഇവിടെ ഒരു ലൈറ്റ് വരും, അത് പൊട്ടിപ്പോയാലും കോൺടാക്ട് ചെയ്താലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ വീഡിയോയിലൂടെ കുറേ വണ്ടിയുടെ പാർട്സിനെ പറ്റി നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് കണ്ടതും കാണാത്തതായിട്ടുള്ള ഒത്തിരി സ്പെയർ പാർട്സ് ഈ ഷോപ്പിലുണ്ട്. ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ ആനപ്പുഴയിലാണ്. ബാക്കി ചേട്ടൻ പറയും. നമ്മുടെ കടയുടെ ലൊക്കേഷൻ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര് ആനപ്പുഴയിൽ കൃഷ്ണൻകോട്ട പാലത്തിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് വരും. ആരാൻ ഓട്ടോമൊബൈൽസ് എന്നാണ് കടയുടെ പേര്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നതായിരിക്കും. മൺഡേ ടു സാറ്റർഡേ നമ്മൾ വർക്കിംഗ് ആയിരിക്കും. മോർണിംഗ് 10:30 to ഈവനിങ് വരെ ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ഫിറ്റിങ്ങിന്റെ ഒക്കെ ടൈം അനുസരിച്ച് ഈവനിങ് ടൈം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ഇതുവരെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം.